നമസ്കാരം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സഖ്യം നേടിയ വമ്പൻ വിജയത്തിന് പിന്നിൽ നിരവധി നേതാക്കളുടെ തീവ്ര പരിശ്രമമുണ്ട്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് വേണ്ട ദർശനങ്ങളും തന്ത്രങ്ങളും നൽകി കൂടെ നിന്നിരുന്ന നേതൃസ്ഥാനത്തുള്ള 10 പേരാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ ഗംഭീര വിജയത്തിന്റെ ശില്പികൾ ഈ 10 നേതാക്കൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നേതാക്കളിൽ പ്രമുഖ സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന്റെ ജനപ്രീതിയും നിരന്തര പ്രചരണവും സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കം നൽകി. വികസനം, ക്ഷേമ പദ്ധതികൾ, വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എന്നിവയിൽ പ്രധാനമന്ത്രി മോദി ഈ വൻ വിജയത്തിന് അടിത്തറ പാകി. ഇന്ത്യയുടെ അനിഷേധ്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയനായ മറ്റൊരു വ്യക്തിത്വം. തന്റെ സ്വതസിദ്ധമായ കൃത്യതയോടെ അദ്ദേഹം സഖ്യത്തിന്റെ പ്രചരണം സംഘടിപ്പിച്ചു. മഹാരാഷ്ട്രയിലുടനീളമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ മഹായുതിയുടെ സന്ദേശം എല്ലാ കോണുകളിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കി. ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതൃത്വം നൽകിയ മറ്റൊരു സുപ്രധാന വ്യക്തി. സ്വതസിദ്ധമായ രീതിയിലൂടെ ഏകോപനവും അച്ചടക്കവും നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായി. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് വിജയശില്പികളിൽ ഏറെ പ്രാധാന്യമുള്ള സംസ്ഥാന നേതാവ്. തന്റെ വാക്ചാതുര്യവും വികസന കാഴ്ചപ്പാടും ഉപയോഗിച്ച് അദ്ദേഹം പ്രചരണം നടത്തി. മഹാരാഷ്ട്രയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ഫഡ്നാവിസിന്റെ കഴിവ് സഖ്യത്തിന്റെ പുനരുജ്ജീവനത്തിന് ഒഴിച്ചുകൂടാനാകാത്ത കാരണമായി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ഈ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉദ്ധവ് താക്കറെക്കെതിരെ വിഭാഗീയത പോരാട്ടത്തിൽ വിജയിക്കുക മാത്രമല്ല, ശിവസേനയുടെ പരമ്പരാഗത വോട്ട് അടിത്തറയിൽ തന്റെ ശക്തി തെളിയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നിതിൻ ഗഡ്കരിയുടെ പേരാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊന്ന്. മഹായുതിക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിട്ട വിദർഭ, മറാത്ത്വാഡ മേഖലകളിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സ്വാധീനം കളി മാറ്റിമറിക്കുന്നതായി മാറി. കേന്ദ്ര ഗതാഗത മന്ത്രി എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അദ്ദേഹം നടത്തിയ ഊന്നലും സഖ്യത്തിന് അനുകൂലമായി മാറി. കഴിഞ്ഞ വർഷം ബി.ജെ.പി. ശിവസേന സർക്കാരിൽ ചേർന്ന അജിത് പവാർ മഹാരാഷ്ട്രയിലെ ഈ വിജയത്തിലും നിർണായക സ്ഥാനത്തുണ്ട്. ശരത് പവാറിനെ നിലം പരിശാക്കി യഥാർത്ഥ എൻ.സി.പിയുടെ അവകാശിയായി ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം മാറി. മഹാരാഷ്ട്ര ബി.ജെ.പിയുടെ ചുമതലയുള്ള ഭൂപേന്ദർ യാദവ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പും പ്രചരണ ലോജിസ്റ്റിക്സും കാര്യക്ഷമമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയാണ്. സംസ്ഥാനത്തെ പ്രധാന യുദ്ധഭൂമികളിൽ മഹായുതിയുടെ ആധിപത്യം ഉറപ്പാക്കാൻ ഭൂപേന്ദർ യാദവിന്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുംബൈയിൽ നിർണായക ഇടപെടൽ ഉണ്ടായത് ആശിഷ് ഷെലാറിന്റെ നേതൃത്വത്തിലായിരുന്നു. നഗരപ്രദേശങ്ങളിലെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ആശിഷ് ഷെലാറിന്റെ ശ്രമങ്ങൾ നിർണായകമായി. ബാന്ദ്ര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 3ാം തവണയും ജനവിധി നേടിയ അദ്ദേഹം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കാംദിയിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച ചന്ദ്രശേഖർ ബവൻകുലെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞ മറ്റൊരു നേതാവ്. ഈ നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.